കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. മൾട്ടിപ്പിൾ ചെക്സ് ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റിൽ സ്മാർട്ടിൽ ഈ അടുത്ത സമയത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇത്രയും ദിവസം സ്മാർട്ടിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ നമുക്ക് ഡെബിറ്റ് ഹെഡുകൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. പേയ്മെൻറ്റ് ഓർഡർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഡെബിറ്റ് ഹെഡ് സെലക്ട് ചെയ്ത് വന്നിരുന്നത്. എന്നാൽ വ്യത്യസ്ത ഹെഡുകളിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അവയിൽ ഏതെങ്കിലും ഒരു ഹെഡിൽ മാത്രം ഈ പേയ്മെൻറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് ആ റിപ്പോർട്ട് അപ്പാട് തെറ്റിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ നിലവിലുണ്ടായിരുന്നു. ഇത് പരിഹരിക്കാൻ വേണ്ടിയാണ് പുതിയ അപ്ഡേഷൻ, അതായത് മൾട്ടിപ്പിൾ ചെക്കിന് പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ അപ്ഡേഷനിൽ നമ്മളൊരു പേയ്മെന്റിൽ മൾട്ടിപ്പിൾ ചെക്ക് നൽകുകയാണ് എങ്കിൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്തും ഡെബിറ്റ് ഹെഡുകൾ സെലക്ട് ചെയ്ത് നൽകണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓപ്പറേറ്റർമാരും അക്കൗണ്ടന്റുമാരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ 3 കേസുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കേസ്, ഒരു ഫയലിൽ ഒരു പേയ്മെൻറ്റ് ഹെഡിലേക്ക് പേയ്മെൻറ്റ് ഓർഡർ ചെയ്യുന്നു, അതിന് മൾട്ടിപ്പിൾ ചെക്ക് നൽകുന്നു. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ശമ്പളം കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ട്രാവലിംഗ് അലവൻസ് കൊടുക്കുമ്പോഴോ ഒക്കെ നമ്മൾ അതിൻ്റെ ഹെഡിൽ പേയ്മെൻറ്റ് ഓർഡർ ചെയ്യുന്നു. എന്നിട്ട് വിവിധ ഒരു ബാങ്കിൽ തന്നെ വിവിധ ചെക്കുകൾ നമ്മൾ അതിലേക്ക് എഴുതുന്നു. ഇതിനകത്ത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മൾ സാധാരണ ചെയ്തു വന്ന രീതി തന്നെയാണ്. ഡെബിറ്റ് ഹെഡ് കൂടി പേയ്മെൻറ്റിൽ സെലക്ട് ചെയ്യേണ്ടി വരുന്നു എന്ന് മാത്രം. രണ്ടാമത്തേത്, ഒരു ഫയലിൽ തന്നെ വ്യത്യസ്ത ഹെഡുകളിൽ പേയ്മെൻറ്റ് ഓർഡർ ചെയ്യുന്നു, എന്നിട്ട് അവയ്ക്ക് മൾട്ടിപ്പിൾ ചെക്ക് നൽകുന്നു. ചിലപ്പോൾ വ്യത്യസ്ത ബാങ്കുകളുടെ ചെക്കുകളായിരിക്കും നൽകുന്നത്. ഉദാഹരണം, നമ്മൾ എപ്പോഴും ചെയ്യുന്ന ശമ്പളത്തിൻ്റെ റിക്കവറി, അതെപ്പോഴും നമ്മൾ മൾട്ടിപ്പിൾ ചെക്ക് വെച്ചായിരിക്കും നമ്മൾ സ്മാർട്ട് ചെയ്തു വരുന്നത്. ഇനി മൂന്നാമത്തെ കേസ്, ഒരു ഫയലിൽ തന്നെ നമ്മൾ വ്യത്യസ്ത ഹെഡുകളിൽ പേയ്മെൻറ്റ് ഓർഡർ ചെയ്യുന്നു, വ്യത്യസ്ത ചെക്കുകൾ നൽകുന്നു, ഒന്നിൽ കൂടുതൽ ചെക്കുകൾ നൽകുന്നു. അതിൽ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ഓർഡർ ചെയ്ത ഒരു ഹെഡിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ഹെഡാക്കി കൊടുക്കുന്നു. ഈ സിറ്റുവേഷൻ നമ്മൾ സ്മാർട്ടിൽ അഭിമുഖീകരിച്ച് വരുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ശമ്പളത്തിൻ്റെ പേയ്മെൻറ്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്ന സ്റ്റാഫുകളുണ്ടായിരിക്കും. പെൻഷൻ കോൺട്രിബ്യൂഷൻ അവരുടെ പൈസയും നമ്മൾ പഞ്ചായത്ത് സ്റ്റാഫിൻ്റെ പൈസയും ഒരുമിച്ചാണ് നമ്മൾ റിക്കവർ ചെയ്തിരുന്നത്. ഇത് ട്രഷറിയിലേക്ക് അടയ്ക്കുന്നത് 2 ചെക്കായിട്ടായിരിക്കും പല പഞ്ചായത്തുകളിലും. ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ഹെഡിൽ പിടിച്ചിട്ട പൈസയെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 2 ഹെഡിലേക്ക് അടയ്ക്കേണ്ടി വരും. ഇങ്ങനെ 3 സിറ്റുവേഷൻസ് ആണ് മൾട്ടിപ്പിൾ ചെക്കിൻ്റെ കാര്യത്തിൽ സ്മാർട്ടിലുള്ളത്. ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇവ എങ്ങനെ സ്മാർട്ടിൽ എളുപ്പത്തിന് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ഒന്നാമത്തെ കേസ് നോക്കാം. അതായത് സാധാരണ രീതിയിൽ ഒരു പേയ്മെൻറ്റ് ഓർഡറിൽ ഒരു ഹെഡ് മാത്രം പേയ്മെൻറ്റ് ഓർഡർ ചെയ്തിട്ട് അതിന് വ്യത്യസ്ത ചെക്കുകളിൽ പേയ്മെന്റ് ചെയ്യുന്ന വിധം. ഇവിടെ പഞ്ചായത്ത് അംഗങ്ങളുടെ ട്രാവലിംഗ് അലവൻസ് 210, 20, 19 ട്രാവലിംഗ് അലവൻസ് ഓഫ് ചെയർപേഴ്സൺസ് ആൻഡ് കൗൺസിലേഴ്സ് എന്ന ഹെഡിൽ പേയ്മെന്റ് ഓർഡർ ചെയ്ത ഒരു ഫയൽ എൻ്റെ കയ്യിൽ, അതായത് അക്കൗണ്ടൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. ഇതിലെനിക്ക് 2 ചെക്ക് തയ്യാറാക്കണം. അതായത് SBIയിലേക്ക് ഒരു ചെക്ക്, SBIയിലേക്ക് ഒരു ചെക്കും അതർ ബാങ്കിന് വേണ്ടി മറ്റൊരു ചെക്കും. പല പഞ്ചായത്തുകൾ അങ്ങനെ ചെയ്യേണ്ടി വരും. 2 ചെക്ക്, ഒന്നിൽ കൂടുതൽ ചെക്ക് ചിലപ്പോൾ തയ്യാറാക്കേണ്ടി വരും. ഇവിടെ എനിക്ക് ഈ ഫയലിലും 2 ചെക്ക് തയ്യാറാക്കണം. ശ്രദ്ധിക്കുക, ഒരു ഹെഡിൽ മാത്രമാണ് പേയ്മെന്റ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. പേയ്മെന്റ് ഓർഡർ അംഗീകരിച്ചു വന്ന ഫയൽ അക്കൗണ്ടന്റ് ഓപ്പൺ ചെയ്തോ, ഫയലിൽ നിന്നും പേയ്മെന്റ് സെലക്ട് ചെയ്തോ, ആക്ഷൻ ബട്ടണിൽ നിന്ന് വ്യൂ ക്ലിക്ക് ചെയ്തു, മോഡ് ഓഫ് പേയ്മെന്റിൽ മൾട്ടിപ്പിൾ ചെക്ക് സെലക്ട് ചെയ്തു. ഈ ഫയൽ എനിക്ക് 2 ചെക്കാണ് തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞു. അവിടെ മോഡ് ഓഫ് പേയ്മെന്റ് ചെക്ക് സെലക്ട് ചെയ്തു. ഇതൊരു പുതിയ പേയ്മെന്റ് ആയതിനാൽ ഈ എക്സിസ്റ്റിംഗ് ചെക്ക് എന്നതിന് നോ നൽകി. ഇത് ഇനിയാണ് പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നത്. കണ്ടോ, ഇത് പേയ്മെന്റ് ഭാഗമാണ്. പേയ്മെന്റ് ഓർഡർ വരെ കഴിഞ്ഞു വന്ന ഫയലാണ്. പേയ്മെന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് ഇവിടെ കണ്ടോ, ഡെബിറ്റ് ഹെഡ് എന്നൊരു ബോക്സ്, അതിൽ നിന്ന് ഹെഡ് സെലക്ട് ചെയ്യണം. ഇവിടെ ഒരു ഹെഡിൽ മാത്രമാണ് പേയ്മെന്റ് ഓർഡർ ചെയ്തത്. അതുകൊണ്ട് വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ കോമ്പിൽ ഒറ്റ സെലക്ഷൻ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ആ ഹെഡ് സെലക്ട് ചെയ്തു. ബാങ്ക് സെലക്ട് ചെയ്യുമ്പോൾ ചെക്ക് നമ്പർ ലിസ്റ്റ് ചെയ്യും. ആ ചെക്കിൽ നൽകേണ്ട തുക എൻ്റർ ചെയ്ത് കൊടുക്കുക. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന ഭാഗത്ത് ചെക്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് ഡെബിറ്റ് ഹെഡ്, അത് രണ്ടാമത്തെ ചെക്കിന് വേണ്ടി ഡെബിറ്റ് ഹെഡ് സെലക്ട് ചെയ്ത് കൊടുത്തു. ബാങ്ക് സെലക്ട് ചെയ്തു, തുക കൊടുത്തു. ആവശ്യമായ 2 ചെക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഈ പ്രോജക്റ്റ് ഒക്കെ ക്ലെയിം ചെയ്യുമ്പോൾ തന്നെ ആവശ്യത്തിന് ബെനിഫിഷ്യറീസിനെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പേ ഡീറ്റെയിൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബെനിഫിഷ്യറിയും അവർക്ക് ലഭിക്കേണ്ട തുകയും ലിസ്റ്റ് ചെയ്യും. ഇൻസ്ട്രുമെന്റ് നമ്പർ എന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ഇപ്പോൾ എൻ്റർ ചെയ്ത ചെക്ക് നമ്പറുകൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. റിമാർക്സ് നൽകി സേവ് നൽകുക. ഫയൽ പേയ്മെന്റിനായിട്ട് ബന്ധപ്പെട്ട ലോഗിനിലേക്കൊക്കെ പൊയ്ക്കോളും. ഇത് ചെയ്യുന്ന വിധം നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു ഡെബിറ്റ് ഹെഡ് കൂടി പേയ്മെന്റ് ഭാഗത്ത് വന്നു എന്ന് മാത്രം
മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ 2ഉം 3ഉം കേസുകൾ നോക്കാം. അതായത് ഒരു പേയ്മെന്റ് ഓർഡറിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഹെഡുകൾ വെച്ച് പേയ്മെന്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. കൂടാതെ അവയുടെ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഈ പേയ്മെന്റ് ഓർഡർ ചെയ്ത ഹെഡിനെ സ്പ്ലിറ്റ് ചെയ്ത് ഒന്നിൽ കൂടുതൽ ചെക്കുകൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ആ കേസാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മുടെ ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള പഞ്ചായത്തുകളിലാണ് സാധാരണ ഈ വിഷയം കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ഇതെങ്ങനെ പേയ്മെന്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ പഞ്ചായത്തിൽ കഴിഞ്ഞ മാസത്തെ 2025 മെയ് മാസത്തിലെ റിക്കവറി, സാലറിയുടെ റിക്കവറി എങ്ങനെ മൾട്ടിപ്പിൾ ചെക്കായിട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം കേസ് മാർട്ടിൽ. എനിക്ക് ഈ പേയ്മെൻറ്റിനകത്ത് ട്രഷറി പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട്, ബാങ്കിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട്, അതുപോലെ തന്നെ ഒരു ഹെഡിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ചെക്ക് ആക്കാനും ഉണ്ട്. അപ്പോൾ എല്ലാ കേസും ഒരുമിച്ച് ഒരൊറ്റ ഫയൽ നടക്കും. എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇത് ആദ്യം ഞാൻ റിക്കവറിക്കായിട്ട് റിക്കവറി പേയ്മെൻറ്റ് എന്ന സർവീസിൽ അത് FMS 42 ഒരു ഫയൽ എറേസ് ചെയ്തു. ചിലരൊക്കെ മുൻമാസത്തെ ഫയലിൽ തന്നെ ഇത് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിലും പ്രശ്നമില്ല. ഞാൻ എൻ്റെ പഞ്ചായത്തിൽ ഓരോന്നിനും ഓരോ ഫയൽ ഓപ്പൺ ചെയ്താണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ പഴയ ഫയൽ വേണമെങ്കിലും ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ മുൻമാസത്തെ ഫയലിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം ഓർമ്മിച്ചോളണം, എത്ര ചെക്ക് എഴുതേണ്ടി വരും അത്രയും ബെനിഫിഷ്യറി ഫയലിൽ ആദ്യമേ ആഡ് ചെയ്തിരിക്കണം. ഇത് ഞാൻ FMS 42 റിക്കവറി പേയ്മെൻറ്റ് സർവീസിൽ ഫയൽ എറേസ് ചെയ്തോ ആവശ്യമായ വിവരങ്ങൾ നൽകി ഫയൽ സബ്മിറ്റ് ചെയ്തു. ഫയൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഫയൽ ഇപ്പോൾ ഓപ്പറേറ്റർ ലോഗിനിലെത്തി. ഓപ്പറേറ്റർ ഫയൽ ഓപ്പൺ ചെയ്തു. ഫിനാൻസിൽ നിന്ന് റിക്കവറി പേയ്മെന്റ് സെലക്ട് ചെയ്തു. സോഴ്സ് ഓഫ് ഫണ്ട് ഓൺ ഫണ്ട് സെലക്ട് ചെയ്തു. ട്രാൻസാക്ഷൻ ടൈപ്പ് റെമിറ്റൻസ് ഓഫ് എംപ്ലോയി റിലേറ്റഡ് റിക്കവറിയും ഫംഗ്ഷൻ അക്കൗണ്ട്സും ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഫിനാൻസ് മാനേജ്മെന്റും ഇയർ 25-26 സെലക്ട് ചെയ്തു. മന്ത് ഏത് മാസത്തെ റിക്കവറിയാണോ നിങ്ങൾ ചെയ്യുന്നത് ആ മാസം സെലക്ട് ചെയ്ത് കൊടുക്കും. ഇനി ഇവിടെ അക്കൗണ്ട്സ് ഹെഡ് ആൻഡ് നെയിം എന്നൊരു കോംബോ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ സാലറി പേയ്മെന്റ് ഓർഡർ ചെയ്തപ്പോൾ പിടിച്ചിട്ട ഹെഡുകൾ ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ ആ ഹെഡിൽ ഇനി ബാലൻസ് ഉള്ള തുക താഴെ ലിസ്റ്റ് ചെയ്യും. അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ മുൻമാസങ്ങളിലൊക്കെ ചെയ്തു പോയ കാര്യമാണ്. നിങ്ങൾ ഇവിടെ ഈ ഹെഡുകൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, NBSന്റെ ഷെയർ നമ്മൾ പിടിച്ചപ്പോൾ, എംപ്ലോയി ഷെയർ നമ്മൾ പിടിച്ചപ്പോൾ അതിന് ആനുപാതികമായിട്ട് ഒരു എംപ്ലോയർ ഷെയറിൻ്റെ തുക കൂടി ഓട്ടോ ജേണലായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ NBS പിടിക്കുമ്പോൾ എംപ്ലോയി ഷെയറും എംപ്ലോയർ ഷെയറും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ ഹെഡ് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ എത്ര റിക്കവറി വന്നിട്ടുണ്ടെന്ന് താഴെ ലിസ്റ്റ് ചെയ്യും. അത് നമ്മുടെ ഫയലുമായിട്ടൊന്ന് പരിശോധിക്കണം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് പേയ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പേയ്മെൻറ്റിൽ എത്ര ചെക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ആദ്യമേ തന്നെ തീരുമാനിച്ച് വെച്ചിരിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും പഞ്ചായത്തിലേക്ക് സ്റ്റാഫുകൾ വന്ന പഞ്ചായത്തുകൾ ഉണ്ട് എങ്കിൽ അവരുടെ പെൻഷൻ കോൺട്രിബ്യൂഷൻ്റെ തുക ഒരുമിച്ചാണ് നമ്മൾ റിക്കവർ ചെയ്യുന്നത് എങ്കിലും 2 ചെക്കുകളിലായിട്ടായിരിക്കും പല ട്രഷറിയിലും അടയ്ക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ 2 ചെക്ക്, അതിന് മാത്രം 2 ചെക്ക് എഴുതേണ്ടി. എൻ്റെയൊക്കെ പഞ്ചായത്തിൽ ഇവ 2ഉം 2ആയിട്ടാണ് അടയ്ക്കുന്നത്. അപ്പോൾ 2 ചെക്ക് വേണം. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് SLI, GIS, അതുപോലെ തന്നെ മെഡിസെപ്പ്, HBA, KPEPF, GPF ഉള്ളവരാണെങ്കിൽ അങ്ങനെ അതിനെല്ലാത്തിനും കൂടി വേണ്ടി എനിക്ക് ഒരു ചെക്ക് കേസ് മാർട്ടിൽ ആദ്യം തയ്യാറാക്കണം. പെൻഷൻ കോൺട്രിബ്യൂഷൻ പഞ്ചായത്ത് സ്റ്റാഫിൻ്റെ അടയ്ക്കാൻ ഒരു ചെക്ക് തയ്യാറാക്കണം. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്ന സ്റ്റാഫുകളുണ്ടെങ്കിൽ അവരുടെ പെൻഷൻ കോൺട്രിബ്യൂഷൻ അടയ്ക്കാൻ ഒരു ചെക്ക് വേണം. ഇനി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സ്റ്റാഫിൻ്റെ PF അടയ്ക്കാൻ ഒരു ചെക്ക് വേണം. NBS അടയ്ക്കണമെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ ഡയറക്ടറെ പേർക്ക് കൊടുക്കാൻ ഒരു ചെക്ക് വേണം. LIC ഉണ്ടെങ്കിൽ LIC ഓഫീസർ പേർക്ക് കൊടുക്കാൻ ഒരു ചെക്ക് വേണം. ഇൻകം ടാക്സ് ഉണ്ടെങ്കിൽ അതടയ്ക്കാൻ ഒരു ചെക്ക് വേണം. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ ഓരോ പഞ്ചായത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് വ്യത്യസ്തമായ ഹെഡുകളിൽ ചെക്കുകൾ നൽകേണ്ടി വരും. ഇതൊക്കെ ഓരോ പഞ്ചായത്തിലും വ്യത്യസ്ത രീതിയിലായിരിക്കും. എത്ര ചെക്ക് വേണമെന്ന് ഇപ്രകാരം നോക്കി മുൻകൂട്ടി തയ്യാറാക്കി എഴുതി വെച്ചിരിക്കണം. മാത്രമല്ല ഓരോ ബെനിഫിഷ്യറിക്കും എത്ര തുക നൽകണം എന്നും കൂടി നോക്കി വെക്കണം. ഇത് ഇവിടെ നോക്കൂ, എനിക്ക് ട്രഷറിക്ക് 4 ചെക്ക് നൽകാനുള്ളതിനാൽ ഞാൻ ട്രഷറി ഓഫീസർ 1, 2, 3, 4 എന്നിങ്ങനെ 4 ബെനിഫിഷ്യറി ആഡ് ചെയ്തു. അവർക്ക് ഓരോരുത്തർക്ക് നൽകേണ്ട തുകയും ആഡ് ചെയ്തു. LIC അടയ്ക്കാനുള്ളതിനാൽ LIC ഓഫീസറിനെ ആഡ് ചെയ്തു, നൽകേണ്ട തുക എൻ്റർ ചെയ്തു. NBS അടയ്ക്കാനുള്ളതിനാൽ പ്രിൻസിപ്പൽ ഡയറക്ടറെ ആഡ് ചെയ്തു, അവിടെയും തുക കൊടുത്തു. അതായത് എനിക്ക് ഈ പേയ്മെൻറ്റിൽ 6 ചെക്ക് നൽകണം. ഈ ഒറ്റ പേയ്മെൻറ്റിൽ 6 വ്യത്യസ്ത ചെക്കുകൾ നൽകണം. അതുകൊണ്ടാണ് ഈ 6 ഗുണഭോക്താക്കളെ ആഡ് ചെയ്തത്. അവയുടെ നേർക്ക് എൻ്റർ ചെയ്ത തുകയുടെ ടോട്ടൽ ഒന്ന് നോക്കണം. നമ്മുടെ ആകെ റിക്കവറി തുക തന്നെ ആയിരിക്കണം അത്. റിമാർക്സ് നൽകി സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്തു. ഇനി ഫയല് വെരിഫയർ, അപ്രൂവർ, ഓതറൈസർ എന്നിവരൊക്കെ കണ്ട് അംഗീകരിച്ച് തിരികെ പേയ്മെന്റിനായിട്ട് അക്കൗണ്ടന്റ് ലോഗിനിലെത്തും. അക്കൗണ്ടന്റ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ഫയൽ ഓപ്പൺ ചെയ്തു. ഫിനാൻസിൽ നിന്ന് പേയ്മെന്റ് സെലക്ട് ചെയ്തു. ആക്ഷൻ ബട്ടണിൽ നിന്ന് വ്യൂ സെലക്ട് ചെയ്തു. മോഡ് ഓഫ് പേയ്മെന്റിൽ നിന്ന്
മൾട്ടിപ്പിൾ ചെക്ക് സെലക്ട് ചെയ്തു. മോഡ് ഓഫ് പേയ്മെന്റ് ചെക്ക് നൽകി. പഴയ ചെക്കിൽ തന്നെയാണ് പേയ്മെന്റ് എങ്കിൽ മാത്രം എക്സിസ്റ്റിംഗ് ചെക്കിന് യെസ് കൊടുത്താൽ മതി കേട്ടോ. ഈ ഭാഗമൊക്കെ നിങ്ങളുടെ ഓഫീസിലെ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്തു പോവുക. ബാങ്ക് സെലക്ട് ചെയ്യുമ്പോൾ ചെക്ക് നമ്പർ വരും. ഡെബിറ്റ് ഹെഡ് എന്ന ബോക്സിൽ നമ്മൾ റിക്കവറി നടത്തിയ ഹെഡുകളൊക്കെ ലഭിക്കും. നമുക്ക് ഞാൻ ആദ്യം ട്രഷറി അക്കൗണ്ട് ആണ് സെലക്ട് ചെയ്തത്. ട്രഷറിയിലേക്ക് 4 ചെക്ക് എഴുതണം എന്ന് പറഞ്ഞിരുന്നല്ലോ. ആദ്യ ചെക്കിൽ എഴുതേണ്ട ഹെഡുകൾ ഇവിടെ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് കാണാം KPEPF, SLI, GAS, മെഡിസെപ്പ്, HB അങ്ങനെ സ്ഥിരം നമ്മൾ ട്രഷറിയിൽ കൊടുക്കുന്ന ഹെഡുകളൊക്കെ ഞാനിവിടെ സെലക്ട് ചെയ്തു. ഈ ഹെഡുകൾ ആകെ നൽകേണ്ട തുകയും നൽകി ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഞാനിവിടെ പെൻഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന തുക ഇവിടെ ഗ്രൂപ്പ് ചെയ്ത് നൽകിയില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. കാരണം എൻ്റെ ഓഫീസിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സ്റ്റാഫുണ്ട്. പെൻഷൻ കോൺട്രിബ്യൂഷൻ പിടിക്കുന്നത് ഞങ്ങളെല്ലാവരുടെയും പിടിക്കുന്ന ഒരു ഒറ്റ ഹെഡിലേക്കാണ്. അത് അടയ്ക്കുന്നത് 2 ചെക്ക് വഴി. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇതേപോലെ ഏതെങ്കിലും ഹെഡിനെ സ്പ്ലിറ്റ് ചെയ്ത്, അതായത് ഏതെങ്കിലും ഒരു ഹെഡിലേക്ക് പൈസ വാങ്ങിയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ചെക്ക് ആക്കുകയാണ് എങ്കിൽ ആ ഹെഡിനെ ഗ്രൂപ്പ് ചെയ്യരുത്. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം SLIയും GPFും HB എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തല്ലോ. അതിലേക്ക് ആ ഗ്രൂപ്പിങ്ങിലേക്ക് അതിനെ ആഡ് ചെയ്യരുത്. ഇവിടെ എനിക്ക് പെൻഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഹെഡിനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, 2 ചെക്ക് ആക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഗ്രൂപ്പ് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട് വേണം റിക്കവറി കാണിക്കാൻ. ഞാൻ പറയുന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഹെഡ് സ്പ്ലിറ്റ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ അതിനെ ഒരിക്കലും ഗ്രൂപ്പ് ചെയ്ത് ആഡ് ചെയ്യരുത്. പകരം സെപ്പറേറ്റ് ആയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇനി പെൻഷൻ കോൺട്രിബ്യൂഷൻ അല്ല, നിങ്ങളുടെ ഓഫീസിനകത്ത് മറ്റേതെങ്കിലും റിക്കവറിയാണ് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ചെക്ക് കൊടുക്കുന്നെങ്കിൽ അതിനും ഇതേ രീതി തന്നെ അവലംബിക്കണം. ഇത് ഞാനിവിടെ വീണ്ടും ബാങ്ക് സെലക്ട് ചെയ്തു. ഡെബിറ്റ് ഹെഡ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും പെൻഷൻ കോൺട്രിബ്യൂഷൻ സെലക്ട് ചെയ്തു. ബാങ്കും ചെക്കും നൽകി. പഞ്ചായത്ത് സ്റ്റാഫിൻ്റെ മാത്രം പെൻഷൻ കോൺട്രിബ്യൂഷൻ തുക, അതായത് ആകെ റിക്കവറി പെൻഷൻ കോൺട്രിബ്യൂഷനിൽ ചെയ്തത് 61,335 രൂപയായിരുന്നു. അതിൽ നിന്ന് പഞ്ചായത്ത് സ്റ്റാഫിൻ്റെ വിഹിതമായ 53,985 രൂപ ഇവിടെ നൽകി. വീണ്ടും ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. പെൻഷൻ കോൺട്രിബ്യൂഷൻ്റെ ഇതേ ഹെഡ് തന്നെ ഒന്നും കൂടി സെലക്ട് ചെയ്യണം. കാരണം നമുക്കിനി മുനിസിപ്പാലിറ്റി സ്റ്റാഫിൻ്റെ കൂടെ കൊടുക്കാറുണ്ട്. ബാങ്കും ചെക്ക് നമ്പറും ഒക്കെ കൊടുത്തു. മുനിസിപ്പാലിറ്റിയിൽ നിന്ന സ്റ്റാഫിൻ്റെ പെൻഷൻ കോൺട്രിബ്യൂഷൻ തുക എനിക്കിവിടെ 7,350 രൂപയാണ് ഇവിടെ നൽകി. വീണ്ടും ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി മുനിസിപ്പാലിറ്റിയിൽ നിന്ന സ്റ്റാഫിൻ്റെ PF അടയ്ക്കണം. അതിനും ഇത്തരത്തിൽ ഹെഡ് സെലക്ട് ചെയ്തു. തുകയും എൻ്റർ ചെയ്തു. ഇനി പഞ്ചായത്തിൽ NBS അടയ്ക്കാനുണ്ട്. ആയതിൻ്റെ ബാങ്ക് സെലക്ട് ചെയ്തു. NBS എംപ്ലോയർ ഷെയർ, എംപ്ലോയി ഷെയർ, ഇനി NBSന് എന്തെങ്കിലും അരിയർ ഉണ്ടെങ്കിൽ അത് ആ ഹെഡുകളെല്ലാം കൂടി അവിടെ ആഡ് ചെയ്തിട്ട് ആ ഹെഡുകൾ സെലക്ട് ചെയ്തു. അതിൻ്റെ തുകയും കൊടുത്തു. LIC അടയ്ക്കാനുണ്ട്. അതിനും ഇതേ കണക്ക് തുക കൊടുക്കും. ഇങ്ങനെ നിങ്ങളുടെ പഞ്ചായത്തിൽ സാലറി റിക്കവറിയിൽ പിടിച്ചിട്ട എല്ലാ ഹെഡുകളും ഇവിടെ ഈ ഫയലിൽ ആഡായി വന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കണം. ഇനി പേയി ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആഡ് ചെയ്ത പേയും അവർക്ക് നേരെയുള്ള തുകകളും കാണാം. ഇൻസ്ട്രുമെൻ്റ് നമ്പർ ഭാഗത്തു നിന്ന് ഓരോരുത്തർക്കും നൽകേണ്ട ചെക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇത്രയും ഫയൽ സേവ് ചെയ്ത് അംഗീകാരത്തിനായി സബ്മിറ്റ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ മൾട്ടിപ്പിൾ ചെക്കിൻ്റെ കാര്യത്തിൽ വന്ന പുതിയ അപ്ഡേഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഏതെങ്കിലും ഒരു ഹെഡ് സ്പ്ലിറ്റ് ചെയ്താൽ അതിനെ ഗ്രൂപ്പ് ചെയ്യാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ റിക്കവറി പേയ്മെൻറ്റിൻ്റെ ഫയൽ എടുക്കുമ്പോൾ തന്നെ എത്ര ചെക്ക് എഴുതേണ്ടി വരുമെന്ന് മുൻകൂട്ടി കണ്ട് അത്രയും ബെനിഫിഷ്യറി ഏറ്റവും കുറഞ്ഞത് ആഡ് ചെയ്തു എങ്കിൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇത് ചെറിയൊരു വീഡിയോ ആണ്. ഇത് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.